എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദം പരിഹാരമാകാതെ തുടരുകയാണ്. സ്കൂൾ മാനേജ്മെന്റിന്റെ വെല്ലുവിളി അംഗീകരിക്കില്ലെന്ന കടുത്ത നിലപാടിലാണ് സർക്കാർ. വിവാദത്തിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നും സർക്കാർ ആവർത്തിക്കുകയാണ്. മന്ത്രി വി ശിവൻകുട്ടിയാണ് സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചത്. സ്കൂളിന്റെ NOC റദ്ദാക്കുവാനുള്ള അധികാരം സർക്കാരിനുണ്ടെന്നും മന്ത്രി പറയുന്നു. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു അന്വേഷണം നടത്തി അതിന്റെ റിപ്പോർട്ട് ഗവൺമെന്റിൽ സമർപ്പിക്കുകയുണ്ടായി. ഇതൊരു സാധാരണ ചെയ്യുന്ന ഒരു നടപടിക്രമമാണ്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ഈ വിഷയത്തെ അതിന്റെ യഥാർത്ഥ തലത്തിൽ നിന്ന് മാറ്റി തികച്ചും രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ഒരു ബോധപൂർവമായ നീക്കമാണ് പിന്നീട് നാം കണ്ടത്. സ്കൂൾ അധികൃതരും അവരുടെ അഭിഭാഷകയും ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ ശ്രദ്ധിച്ചാൽ ആർക്കും ഒരു കാര്യം ബോധ്യമാകും. പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനേക്കാൾ സർക്കാരിനെ വിമർശിക്കുക എന്നായിരുന്നു അവരുടെ പ്രഥമ ലക്ഷ്യം. അവരുടെ വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ പോയ ഒരു മാധ്യമ പ്രവർത്തകന്റെ ഫേസ്ബുക്ക് പേജ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ മാധ്യമ പ്രവർത്തകന് അവിടെ ഉണ്ടായ അനുഭവങ്ങൾ അദ്ദേഹം അതിൽ തുറന്നു പറയുന്നുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണുവാൻ കഴിയില്ല. ഒരു പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അഭിഭാഷകയോട് മാധ്യമപ്രവർത്തകൻ അവരുടെ കോൺഗ്രസ് ബന്ധത്തെക്കുറിച്ച് ചോദിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും നാം കണ്ടതാണ്. ഇവിടെ ഒരു കാര്യം ഞാൻ സംശയത്തിന്റെ ഇല്ലാതെ വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസിന് വേണ്ടിയോ മറ്റാർക്കും വേണ്ടിയോ രാഷ്ട്രീയപരവും വർഗീയപരവുമായ വിഭജനം കേരളത്തിന്റെ വിദ്യാഭ്യാസ അന്തരീക്ഷത്തിൽ സൃഷ്ടിക്കാൻ ആര് ശ്രമിച്ചാലും സർക്കാർ അത് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നുള്ള കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ വിദ്യാലയങ്ങൾ സമാധാനത്തിന്റെയും വിജ്ഞാനത്തിന്റെയും കേന്ദ്രങ്ങളാണ്. അതിനെ കക്ഷിരാഷ്ട്രീയ താൽപര്യങ്ങൾക്കുള്ള വേദിയാക്കാൻ ആരെയും അനുവദിക്കില്ല. ഒരു അവസരം കിട്ടിയെന്നതുകൊണ്ട് ഒരു PTA പ്രസിഡന്റും ഒരു പ്രിൻസിപ്പാളും ഒരു മാനേജറും ഇത്രയധികം മോശമായ ഒരു ഗവൺമെന്റ് സംവിധാനത്തെയും അടിസ്ഥാനരഹിതമായി വിമർശിക്കാൻ പാടുണ്ടോ? പരസ്യമായി വലിയ ആഹ്ലാദമാണ് ഇങ്ങനെ വിമർശിക്കാൻ ഒരു അവസരം കിട്ടിയത്. എന്നിട്ട് ഒരു ഗവൺമെന്റിനെ വെല്ലുവിളിക്കുകയാണ്. ഇതാണ് സർക്കാരിന്റെ നിലപാട്. മന്ത്രി വി ശിവൻകുട്ടി ആ നിലപാട് ആവർത്തിക്കുകയാണ്. സർക്കാരിനെ വെല്ലുവിളിക്കാൻ അനുവദിക്കുകയില്ല, വേണമെങ്കിൽ സ്കൂളിന്റെ അംഗീകാരം റദ്ദാക്കുവാനുള്ള അവകാശവും സർക്കാരിനുണ്ട് എന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്. ചില രഹസ്യ അജണ്ടകളാണ് സ്കൂളിൽ നടപ്പായത് എന്ന രീതിയിലുള്ള ഗുരുതരമായ ആരോപണവും ഉന്നയിക്കുന്നു. കോൺഗ്രസും ഇതിൽ പങ്കാളിയാണ് എന്ന രീതിയിലാണ് മന്ത്രിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനം നടന്നത്. അതേസമയം ഹിജാബ് ധരിക്കാതെ എത്താമെന്ന്, കുട്ടി സമ്മതപത്രം നൽകിയാൽ മാത്രം സ്കൂളിൽ തുടരാമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സ്കൂൾ മാനേജ്മെന്റ്. കുട്ടിയുടെ മാതാപിതാക്കൾ ഇതുവരെ അങ്ങനെ ഒരു സമ്മതപത്രം നൽകിയിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന്, നവമി ദിനേശ് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. നവമി, ഇന്ന് ഏതെങ്കിലും രീതിയിൽ ഈ പ്രശ്ന പരിഹാരത്തിനുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? സ്കൂൾ മാനേജ്മെന്റ് കോടതിയെ സമീപിച്ചിട്ടുണ്ടോ? ഇപ്പോഴും സർക്കാരിന്റെ ആ ഉത്തരവ് നിലനിൽക്കുകയാണല്ലോ, സർക്കുലർ കം ഓർഡർ എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളിൽ എത്തിയിരിക്കുന്നത്. ഹിജാബ് ധരിച്ചു വന്നാലും പ്രവേശിപ്പിക്കണമെന്ന്. അത് റദ്ദാക്കുവാനായിട്ട് സ്കൂൾ മാനേജ്മെന്റ് ഇപ്പോൾ എന്തെങ്കിലും നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? മഞ്ജുജി, വിഷയവുമായി ബന്ധപ്പെട്ട് രാവിലെ നമ്മൾ സ്കൂൾ മാനേജ്മെന്റ്, അവരുടെ അഭിഭാഷകർ, കുട്ടിയുടെ മാതാപിതാക്കൾ ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ അവരിൽ നിന്നും ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇന്നൊരു ചർച്ച നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ചില ആളുകളുടെ മധ്യസ്ഥതയിലാണ്. ആ ചർച്ചകൾക്ക് ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുക. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളിലേക്കോ അല്ലെങ്കിൽ പരസ്യ പ്രതികരണങ്ങളിലേക്കോ ഒന്നും പോകണ്ട എന്ന് തന്നെയായിരുന്നു KCBCയും സ്കൂൾ മാനേജ്മെന്റിനെ വിലക്കിയിരിക്കുന്നത്. മാധ്യമങ്ങളോടക്കം പ്രതികരിക്കേണ്ട, ഈ വിഷയത്തെ ചിലർ വർഗീയ
ധ്രുവീകരണത്തിന് മുതലെടുക്കുന്നുണ്ട്, വർഗീയ ധ്രുവീകരണം നടത്തുവാനായി ശ്രമിക്കുന്നുണ്ട്. ആ രീതിയിലേക്കൊന്നും തന്നെ ഈ വിഷയത്തെ വലിച്ചിഴക്കേണ്ട കാര്യമില്ല. സ്കൂൾ മാനേജ്മെന്റും കുട്ടിയുടെ മാതാപിതാക്കളുമായി സംസാരിച്ച് ഇതെങ്ങനെ രമ്യമായി പരിഹരിക്കാം എന്നതിനെ മാത്രം ഇനി മുന്നോട്ട് നോക്കിയാൽ മതി എന്നൊരു തീരുമാനം തന്നെയായിരുന്നു KCBC അടക്കം സ്കൂൾ മാനേജ്മെന്റിന് നൽകിയത്. അതുകൊണ്ട് തന്നെ സ്കൂളുമായി ബന്ധപ്പെട്ട സ്കൂളിന്റെ പ്രിൻസിപ്പളോ PTA ബന്ധപ്പെട്ടവരോ ആരും തന്നെ മാധ്യമങ്ങളോട് ഇന്നത്തെ ദിവസം പ്രതികരിച്ചിട്ടുമില്ല. പിന്നീട് നമ്മൾ വിളിക്കുമ്പോൾ തന്നെ അവരിപ്പോൾ പ്രതികരിക്കാനില്ല എന്ന മറുപടി തന്നെയായിരുന്നു നൽകിയിരുന്നത്. ആ രീതിയിലേക്ക് നിൽക്കുമ്പോഴാണ് വീണ്ടും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഈ സ്കൂൾ മാനേജ്മെന്റിനെയും അഭിഭാഷകരെയും ഒപ്പം PTA ഒക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരാമർശം വീണ്ടും എത്തിയിരിക്കുന്നത്. ഇനി എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്കൂൾ മാനേജ്മെന്റ് സ്വീകരിക്കുന്ന നിലപാട് എന്നതറിയാനാണ് ഇപ്പോൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. ഇനി സ്കൂളിന്റെ കുട്ടി ഇന്ന് സ്കൂളിൽ എത്തിയിട്ടില്ല. സ്കൂൾ മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് കുട്ടിക്ക് ചില ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്, അതിനുശേഷം മാത്രമേ സ്കൂളിലേക്ക് വരികയുള്ളൂ എന്ന്. പക്ഷെ കുട്ടിക്ക് ഇന്ന് പരീക്ഷയാണ്, പരീക്ഷ എഴുതാൻ കുട്ടിയെ എത്തിക്കണമെന്ന് മാതാപിതാക്കളോട് രാവിലെ തന്നെ ക്ലാസ് ടീച്ചർ വിളിച്ചറിയിക്കുകയും ചെയ്തു. പക്ഷെ കുട്ടി ഇന്ന് എത്തില്ല. കുട്ടിയുടെ സഹോദരിയും ഈ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. രണ്ടുപേരും ഇന്ന് സ്കൂളിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് അറിയുന്നത്. ടീച്ചർമാരെ വിളിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ്, ഇന്ന് കുട്ടി സ്കൂളിലേക്ക് എത്തില്ല എന്ന മറുപടി തന്നെയാണ് അവരിൽ നിന്നും നൽകുന്നത്. ഇനി ഏത് വിധേനയായിരിക്കും ഈ ഒരു പ്രശ്നം പരിഹരിക്കുക എന്ന് ഇപ്പോഴും വ്യക്തമല്ല. കുട്ടി ഹിജാബ് ധരിച്ച് എത്തില്ല എന്ന സമ്മതപത്രം നൽകിയാൽ മാത്രമേ ഇനി കുട്ടിയെ സ്കൂളിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മാനേജ്മെന്റ്. പക്ഷെ അങ്ങനെ ഒരു സമ്മതപത്രം കൊടുക്കാൻ തൽക്കാലം വകുപ്പില്ല, അല്ലെങ്കിൽ തൽക്കാലം അങ്ങനെ ഒരു സമ്മതപത്രം കൊടുക്കില്ല എന്ന നിലപാടിലാണ് കുട്ടിയുടെ മാതാപിതാക്കളും ഉറച്ചു നിൽക്കുന്നത്. ഇനി ഏത് വിധേനയായിരിക്കും, രാവിലെ KCBC വൃത്തങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് സർക്കാരുമായി സംസാരിച്ചു, ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സർക്കാരിന്റെ ഒരു മധ്യസ്ഥ ചർച്ച അല്ലെങ്കിൽ സർക്കാരും ഈ വിഷയം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തുമെന്നാണ് പ്രതീക്ഷ. ആ രീതിയിലേക്കുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇനി മാനേജ്മെന്റും സ്കൂളിലെ വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളുമായി സംസാരിച്ചതിന് ശേഷം മാത്രമായിരിക്കും തുടർ നടപടി എടുക്കുക എന്ന കാര്യമായിരുന്നു KCBC വൃത്തങ്ങളും അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഈ ഒരു നിലപാട് ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും ഈ ഒരു പ്രശ്നം ഒത്തുതീർപ്പാക്കുക എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. മഞ്ജുഷ്, ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം വന്നതിന് ശേഷം സ്കൂൾ മാനേജ്മെന്റ് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അവർ പരസ്യമായിട്ട് ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എങ്കിലും എന്താണ് വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്ന് ഇങ്ങനെയൊരു പ്രതികരണം വരാൻ കാരണം എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും അവർ പറയുവാനുള്ള എന്തെങ്കിലും പറയുമോ? അവർ എന്താണ് അവർക്ക് ഇതിനുള്ള പ്രതികരണം എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല മഞ്ജുഷ, ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്കൂൾ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിരുന്നു, പ്രിൻസിപ്പളുമായി സംസാരിച്ചിരുന്നു. അവർക്ക് ഇനി ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണം നടത്താൻ താല്പര്യമില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ്. മാധ്യമങ്ങൾ തൽക്കാലം ഈ സ്കൂളിലേക്ക് വരേണ്ടതില്ല, തങ്ങൾ ഇതിൽ പ്രതികരിക്കണില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത്. രാവിലെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ചർച്ചകളുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയും സംസാരിച്ചിരുന്നു. അവരെന്തായാലും ഈ വിഷയം മാധ്യമങ്ങളോട് സംസാരിക്കുകയില്ല, അങ്ങനെ തന്നെയാണ് നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. രാവിലെ KCBC അടക്കം സ്കൂൾ മാനേജ്മെന്റിനോട് മാധ്യമങ്ങളോട് പ്രതികരിക്കേണ്ടതില്ല എന്നൊരു നിർദ്ദേശവും നൽകിയിരുന്നു. ആ നിർദ്ദേശത്തെ തുടർന്നായിരിക്കും ഇനി ഇപ്പോൾ അവർ മാധ്യമങ്ങളോട് സംസാരിക്കേണ്ടതില്ല എന്ന നിലപാടിൽ തന്നെ നിൽക്കുന്നത്. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി വീണ്ടും മാനേജ്മെന്റിനെയും PTA അഭിഭാഷകരെയും ഒക്കെ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അടുത്ത നീക്കം അല്ലെങ്കിൽ ഇതിൽ എന്ത് മറുപടിയാണ് ഇവർ നൽകുന്നതെന്ന് ആണ് ഒറ്റുനോക്കുന്നത്. ഒപ്പം ആദ്യം രാവിലെ തന്നെ ഇതിന്റെ അഭിഭാഷകർ അറിയിച്ചിരുന്നത് ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ ആദ്യത്തെ പ്രതികരണം, അതായത് ഹിജാബ് ധരിച്ചെത്തിയ കുട്ടിയെ സ്കൂളിന്റെ പുറത്ത് നിർത്തി എന്ന തെറ്റായ ആരോപണത്തിനെതിരെ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രചാരണം നടത്താൻ വിദ്യാഭ്യാസ മന്ത്രി ശ്രമിച്ചു. അതിനെതിരെ കോടതിയെ സമീപിക്കുമെന്നായിരുന്നു രാവിലെ അഭിഭാഷക അറിയിച്ചിരുന്നത്. പിന്നീട് തൽക്കാലം അങ്ങനെ പുതിയൊരു ഹർജിയുമായി അല്ലെങ്കിൽ പുതിയൊരു കാര്യം കോടതിയുടെ മുന്നിൽ ബോധിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ പിന്നീട് അവർ മാറുകയും ചെയ്തു. ശരി നോമി, ഇപ്പോൾ ഡാൻ കുര്യൻ കൂടി ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, ഇത് ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് പോകുന്ന ഈ സമയത്ത് എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് സ്കൂളിനെതിരെ? അത് ഇന്നലെ സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന്, സ്കൂളിലെ അഭിഭാഷകരുടെ ഭാഗത്തുനിന്നും പ്രിൻസിപ്പലിന്റെ ഭാഗത്തുനിന്നും ഒക്കെ അങ്ങനെ പ്രതികരണം വന്നതുകൊണ്ട് അതിന് മറുപടി നൽകിയേ തീരൂ എന്നുള്ള ഉദ്ദേശത്തിൽ പറഞ്ഞു തീർക്കുകയായിരുന്നോ ഇത്? സർക്കാരിനാണ് അധികാരം കൂടുതൽ സ്കൂളിനേക്കാൾ എന്ന് സ്ഥാപിക്കുവാനായിട്ട്?
അത് സ്വാഭാവികമായും അങ്ങനെ മാത്രമേ വ്യാഖ്യാനിക്കപ്പെടുകയുള്ളൂ. കാരണം സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും കസ്റ്റോഡിയൻ വിദ്യാഭ്യാസ വകുപ്പ് തന്നെയാണ്. വിദ്യാഭ്യാസ വകുപ്പ് എടുക്കുന്ന തീരുമാനങ്ങളും വിദ്യാഭ്യാസ ചട്ടങ്ങൾ നടപ്പിലാക്കേണ്ടതിന്റെ ഉത്തരവാദിത്വവും വകുപ്പിന് തന്നെയാണ്. ആ കാര്യമാണ് മന്ത്രി വി ശിവൻകുട്ടി ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് ഈ NOC വേണമെങ്കിൽ റദ്ദാക്കാനുള്ള അധികാരം DGEക്കുണ്ട്, ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ആ മാനേജ്മെന്റിനുള്ളൊരു മുന്നറിയിപ്പായി കൂടി മാറുകയാണ്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സ്കൂൾ മാനേജ്മെന്റിന് വേണ്ടി പ്രതികരണം നടത്തേണ്ടത് അഭിഭാഷകയോ അതല്ല എങ്കിൽ PTA പ്രതിനിധികളോ അല്ല, അത് മാനേജ്മെന്റ് പ്രതിനിധികളാണ് അത്തരത്തിൽ പ്രതികരണം നടത്തേണ്ടത്. പക്ഷേ ഇവിടെ അത് ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഈ അഭിഭാഷകയ്ക്ക് രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് എന്നൊക്കെ വ്യക്തമായിട്ടുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നതിലൂടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾ അവസാനിച്ചതിന് ശേഷം പിന്നീട് വീണ്ടും അത് വിവാദമായി മാറിയതിന് പിന്നിൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ട്. ആ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് മുമ്പിൽ മൗനം തുടരാൻ വിദ്യാഭ്യാസ വകുപ്പിനോ സർക്കാരിനോ താല്പര്യമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളുടെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരണം നടത്തിയിരിക്കുന്നത്. പക്ഷേ എടുത്തു പറയേണ്ടുന്ന കാര്യം, നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. പക്ഷേ സ്കൂൾ മാനേജ്മെന്റും തങ്ങളുടെ നിലപാടിൽ ഒരു അയവ് വരുത്താനുള്ള ഒരു സാധ്യതയുമില്ല. അങ്ങനെയെങ്കിൽ ഈ പ്രശ്നപരിഹാരത്തിനായി ഇനി ഏത് തരത്തിലുള്ള ഇടപെടലാകും നടക്കുക എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ശരി, ഡാൻ കുര്യനും നവമി ദിനേശുമാണ് വിവരങ്ങൾ നൽകിയത്. പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദം ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി അതിരൂക്ഷമായ വിമർശനമാണ് സ്കൂളിനെതിരെ ഉന്നയിച്ചത്.